ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 27ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് മാനേജിങ് ദ ടെലിഫോൺ. പാഠത്തിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. മാനേജിങ് ദ ടെലിഫോൺ എന്നാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് റിസപ്ഷനിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അവരുടെ ജോലിയെക്കുറിച്ചും അവർ എങ്ങനെ പെരുമാറണം എന്നൊക്കെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. ഈ ആഴ്ച നമ്മൾ ടെലിഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരാൾ നമ്മളെ വിളിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്, അതോടൊപ്പം തന്നെ ബിസിനസ് മേഖല അല്ലെങ്കിൽ ജോലി സംബന്ധമായ മേഖലയിൽ നമ്മൾ ഒരു ടെലിഫോൺ അറ്റൻഡ് ചെയ്യേണ്ട ആളാണെങ്കിൽ, റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ടെലികോളർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതൊക്കെ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്. ഇത്രയും നാൾ നമ്മൾ ഏകദേശം ഒരു 25ാമത്തെ പാഠം വരെ നമ്മൾ കഥകളും കവിതകളും അതോടൊപ്പം തന്നെ ആത്മകഥകളും ഒക്കെയാണ് പഠിച്ചത്. ഇനി അങ്ങോട്ടുള്ള ചെറിയ ചെറിയ ചാപ്റ്റേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പം മാനേജിങ് ദ ടെലിഫോൺ. വിച്ച് തിങ് ഹാസ് ടേക്കൺ ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ടുഡേ. ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷന് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ദ ടെലിഫോൺ ഹാസ് ടേക്കൺ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ടുഡേ. നമുക്കറിയാം, ഇന്ന് മൊബൈലില്ലാത്ത ഒരു വ്യക്തിയില്ല, അല്ലെങ്കിൽ സെൽഫോൺ ഇല്ലാത്ത ഒരു വ്യക്തിയുമില്ല. കാരണം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് മൊബൈൽ ഫോണുകൾ മാറിയിരിക്കുകയാണ്. അപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് നമ്മൾ ഈ ടെലിഫോൺ വഴി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു സേ ദാറ്റ് എ മാൻ ഫീൽസ് ഹിംസെൽഫ് ഹെൽപ്ലെസ് വിത്തൗട്ട് ടെലിഫോൺ. എങ്ങനെയാണ് നമുക്കറിയാം, നമുക്കൊരു നേരം മൊബൈൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് എന്തോ നഷ്ടപ്പെട്ട പോലെയാണ്, അല്ലെങ്കിൽ നമ്മൾ സേഫ് അല്ല അല്ലെങ്കിൽ സേഫ് ആയിട്ടല്ല ഇരിക്കുന്നതെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ഉള്ളത്. ടെലിഫോൺ ഹാസ് ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ കമ്മ്യൂണിക്കേഷൻ. ദ ടെലിഫോൺ സേവ്സ് നോട്ട് ഓൺലി ദ ടൈം ബട്ട് ഓൾസോ ദ മണി. ഇറ്റ് ഹാസ് മെയ്ഡ് ഇറ്റ്സ് റൂം ഇൻ എവറി ഹൗസ് ദാറ്റ് എ പേഴ്സൺ ഫീൽസ് ഹിംസെൽഫ് ഹെൽപ്ലെസ് ഓർ ഹാൻഡിക്യാപ്പ് വിത്തൗട്ട് ഇറ്റ്. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളാണ്. നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വിവിധ മോഡലിലുള്ള വിവിധ കമ്പനികളുടെ വിവിധതരം ഫീച്ചേഴ്സുള്ള മൊബൈൽ ഫോണുകളാണ്. പക്ഷേ പണ്ട് നമ്മൾ വീടുകളിലും ഓഫീസുകളിലും അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ലാൻഡ് ഫോണുകളാണ്. അതായത് വയേർഡ് ആയിട്ടുള്ള ലാൻഡ് ഫോണാണ്. അത് നമുക്ക് കൊണ്ടു നടക്കുവാനോ അല്ലെങ്കിൽ കൊണ്ടു നടന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനോ അങ്ങനെയൊന്നും പറ്റിയിരുന്നില്ല. നമുക്ക് ഫോൺ വിളിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് തന്നെ നമ്പർ ഡയൽ ചെയ്ത് വേണമായിരുന്നു നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഓരോ ദിവസം മൊബൈൽ ഫോൺ ടെക്നോളജിയിൽ ഓരോ ഡെവലപ്മെൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പല രീതിയിൽ ആണ്, പല തരത്തിലാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഉള്ളത്. വാട്ട് തിങ്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വെൽ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ടെലിഫോൺ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോണിൽ കൂടെ അല്ലെങ്കിൽ ലാൻഡ് ഫോണോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ടെലിഫോൺ യു ഷുഡ് നോട്ട് ഓൺലി ബി എ സ്പീക്കർ ബട്ട് ഓൾസോ എ ഗുഡ് ലിസണർ. എന്താണ് അതിൻ്റെ അകത്ത് പറയുന്നത്? നമുക്ക് ചില ആളുകളെ അറിയാം. ചില ആളുകൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുവാനോ ആ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ അവർക്കൊരു കാര്യം പറയുവാനോ നമ്മൾ ചിലപ്പോൾ അവസരം കൊടുത്തെന്ന് വരികയില്ല. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കും. പക്ഷെ അങ്ങനെ ആയിരിക്കാൻ പാടില്ല. യുവർ വോയിസ് ഷുഡ് ബി ക്ലിയർ. യു ഷുഡ് ഹാവ് ദ ക്വാളിറ്റി ടു മേക്ക് ക്വിക്ക് ആൻഡ് റൈറ്റ് ഡിസിഷൻ. യുവർ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ബ്രീഫ് ആൻഡ് ടു ദ പോയിൻറ്റ് വിത്തൗട്ട് സൗണ്ടിങ് ഓർ റൂഡ്. നമുക്കറിയാം, നമ്മൾ ഫോണിൽ കൂടെ പല തീരുമാനങ്ങളും നമ്മൾ എടുക്കാറുണ്ട് അല്ലേ? ഇപ്പം കുറേ ദൂരെ നിന്ന് വിളിക്കുന്ന ഒരാളായിരിക്കാം. ഇപ്പോൾ ഒക്കെയാണെങ്കിൽ കൂടുതൽ ആളുകൾ വിദേശത്തൊക്കെ ആകുമ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾ ഒന്നെങ്കിൽ വോയിസ് കോൾ അല്ലെങ്കിൽ വീഡിയോ കോളൊക്കെ ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഇടപെടുന്ന എടുക്കേണ്ട അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കേണ്ട ഡിസിഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ ഒത്തിരി നേരം ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഫോണിൽ കൂടെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാൻഡ് ഫോൺ അതുപോലുള്ള സംവിധാനങ്ങളിലൂടെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡിസിഷൻസ് എടുക്കാറുണ്ട്. ഹൗ ക്യാൻ യു സേ ദാറ്റ് ടെലിഫോൺ നമ്പർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അടുത്തതായിട്ടുള്ള ചോദ്യം, എങ്ങനെയാണ് നമുക്ക് ടെലിഫോൺ നമ്പർ നമ്മുടെ ജീവിതത്തിലൊരു ഇമ്പോർട്ടൻ്റ് റോളാവുന്നത്? എ റിസപ്ഷനിസ്റ്റ് ഡസ് ദ വർക്ക് ഓഫ് ടെലിഫോൺ ഓപ്പറേറ്റർ റിസീവിംഗ് ഇൻകമിംഗ് കോൾസ്
transferring outgoing calls, helping people to get in touch, and in all these telephone numbers play an important role. അപ്പം ഈ ഒരു ക്വസ്റ്റിനകത്ത് റിസപ്ഷനിസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. റിസപ്ഷനിസ്റ്റ് എങ്ങനെയാണ് ഒരു കോൾ അറ്റൻഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇൻകമിങ് കോൾ വരുന്ന കോൾസ്, ഔട്ട് ഗോയിങ് കോൾസ്, പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന കോളുകൾ, അതെല്ലാം എങ്ങനെ ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് ടെലിഫോൺ നമ്പേഴ്സിന് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ തന്നെയാണെങ്കിൽ നമുക്കറിയാം 10 അക്കം ഉള്ള ഒരു ഡിജിറ്റുള്ള നമ്പറാണ്. നമ്മൾ ഏതൊരു കാര്യം മറന്നാലും നമ്മുടെ സ്വന്തം ഫോൺ നമ്പർ സാധാരണ മറക്കാറില്ല, കാരണം അത്രമാത്രം അത് ഇമ്പോർട്ടൻ്റ് ആണ്. Who attends a number of calls? What is significance of these calls? Receptionist has to attend a number of calls every day, and these calls involve some giving and taking information which has to be noted down. അപ്പോൾ റിസപ്ഷനിസ്റ്റുകൾ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെക്കുക അവരുടെ ഒരു ഡ്യൂട്ടിയിൽ പെടുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറന്നു പോകാതെ നമ്മളത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാനേജിങ് ദ ടെലിഫോൺ എന്ന് പറയുന്ന പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കറിയാം കഴിഞ്ഞ പാഠത്ത് നമ്മൾ റിസപ്ഷനിസ്റ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ അതിന് ശേഷം വരുന്ന മാനേജിങ് ദ ടെലിഫോൺ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇത്. ഒരു റിസപ്ഷനിസ്റ്റ് എങ്ങനെ ടെലിഫോണുകൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ കോളുകൾ വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. ഇത്ര നാൾ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ആ ഫൈനൽ എക്സാമോടുകൂടി, അതിൻ്റെ മാർക്കോടുകൂടി അല്ലെങ്കിൽ വിജയത്തോടുകൂടി നമുക്ക് കിട്ടണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.